പാകിസ്ഥാനിൽ പോളിയോ വൈറസ് കൂടുന്ന സാഹചര്യമാണ് റിപ്പോർട്ടുകൾ സൂചിപ്പിക്കുന്നത്. പോളിയോ വൈറസ് ബാധിച്ച കുട്ടികൾ മരണപ്പെടുന്നുണ്ട് പാകിസ്ഥാനിൽ. നമുക്കറിയാം, പാകിസ്ഥാൻ ഇപ്പോൾ നേരിട്ട് കൊണ്ടിരിക്കുന്ന സാമ്പത്തിക മാന്ദ്യം വളരെ രൂക്ഷമാകുന്ന സാഹചര്യമാണ് കാണുന്നത്. ഇപ്പൊ പൂർണ്ണമായും ഒരു ദരിദ്ര രാജ്യമായി കൊണ്ടിരിക്കുകയാണ് പാകിസ്ഥാൻ. ഇപ്പം പട്ടിണി എക്സ്ട്രീമായി കണ്ടുവരുന്നുണ്ട്. അതുകൊണ്ട് തന്നെ പോഷകമില്ലായ്മയും അതുപോലെ തന്നെ മറ്റു പ്രശ്നങ്ങളെല്ലാം പാകിസ്ഥാനിലെ ദരിദ്രരായ കുട്ടികളിൽ പ്രകടമാണ്. അതിന്റെ കൂടെയാണ് ഇപ്പോൾ അവിടെ പോളിയോ വൈറസ് വർദ്ധിച്ചു വരുന്നത്. പോളിയോ വൈറസ് ഏറ്റവും കൂടുതൽ കണ്ടുവരുന്ന രാജ്യമാണ് ഈ പാകിസ്ഥാനും അതുപോലെ തന്നെ അഫ്ഗാനിസ്ഥാനും. എന്തുകൊണ്ടാണ് ഈ രണ്ട് രാജ്യങ്ങൾക്കും അത് നിയന്ത്രിക്കാൻ സാധിക്കാത്തത്? മറ്റൊന്നുമല്ല, ഈ പോളിയോ വാക്സിൻ ഹറാമായതുകൊണ്ട് തന്നെയാണ്. എക്സ്ട്രീം ഇസ്ലാമിക രാജ്യങ്ങളായ ഈ രണ്ട് രാജ്യങ്ങളിലും പോളിയോ വാക്സിൻ എടുക്കാൻ വിസമ്മതിക്കുന്നത് കൊണ്ട് തന്നെയാണ് ഇങ്ങനെ സംഭവിക്കുന്നത്. തെറ്റായ ഒരുപാട് കാര്യങ്ങളാണ് ഈ മുസ്ലിം മതത്തിൽ കുത്തിവെച്ചിരിക്കുന്നത്. മതം കുത്തിവെപ്പ് മരുന്നുകളെ എതിർക്കുന്നുണ്ട്. ഇങ്ങനെയുള്ള തെറ്റായ പ്രചരണങ്ങൾ മതപണ്ഡിതന്മാർ ജനങ്ങളിലേക്ക് ഇഞ്ചക്ട് ചെയ്യുന്നുണ്ട്. ഇപ്പൊ പാകിസ്ഥാൻ, അഫ്ഗാനിസ്ഥാൻ പോലുള്ള രാജ്യങ്ങളുടെ ദരിദ്ര രാജ്യം മാത്രമല്ല, വിദ്യാഭ്യാസത്തിന്റെ കാര്യത്തിലും അവർ ദരിദ്രരാണ്. അപ്പൊ മതപണ്ഡിതന്മാർ തെറ്റുകൾ അടിച്ചേൽപ്പിക്കുമ്പോൾ അത് തെറ്റാണെന്നുള്ള ഒരു ബോധം വരണമെങ്കിൽ അവിടെ വിദ്യാഭ്യാസമൊക്കെ ലഭിക്കണം. പ്രത്യേകിച്ച് ഈ പാകിസ്ഥാനിലെ റൂറൽ ഏരിയകളിലെ ജനങ്ങളിൽ സലഫിസവും വഹാബിസവും മാത്രം അടിച്ചേൽപ്പിക്കുന്ന അഫ്ഗാനിസ്ഥാൻ, പാകിസ്ഥാൻ രാജ്യങ്ങളിൽ പോളിയോ വൈറസിന്റെ അപകടത്തെക്കുറിച്ചും അതുണ്ടാകുന്ന ദോഷഫലത്തെക്കുറിച്ചൊന്നും ആർക്കും അറിയില്ല. രണ്ട് രാജ്യങ്ങളും മുസ്ലിം രാജ്യങ്ങൾ തന്നെയാണ്. അതുപോലെ തന്നെ സാമ്പത്തികമായും പിന്നോക്കം നിൽക്കുന്ന രണ്ട് രാജ്യങ്ങൾ കൂടിയാണ്. ഇപ്പൊ US-ൽ 1979 കാലഘട്ടത്തിൽ ആ സമയത്ത് തന്നെ പോളിയോ വൈറസിനെ പിടിച്ചു കെട്ടാൻ സാധിച്ചിട്ടുണ്ട്. അതുപോലെ തന്നെ ചൈനയിൽ നോക്കുകയാണെങ്കിൽ 92 കാലഘട്ടത്തിൽ വൈറസിനെ തുടച്ചു നീക്കാൻ സാധിച്ചു. ഇന്ത്യയിലാണെങ്കിൽ 2000 കാലഘട്ടത്തിൽ വലിയ ക്യാമ്പയിനുകൾ നടത്തിയിരുന്നു. ഇപ്പൊ വീടുകൾ തോറും കയറി ഇറങ്ങി കുട്ടികൾക്ക് വാക്സിനേഷൻ നൽകി. അമിതാഭ് ബച്ചനും അതുപോലെ ഷാരൂഖ് ഖാൻ പോലുള്ള പ്രശസ്ത നടന്മാരെ വെച്ചുകൊണ്ട് അഡ്വർടൈസ്മെന്റ്സും അതുപോലെ ക്യാമ്പയിനുകളും ഗവൺമെന്റ് സംഘടിപ്പിച്ചു. അതുകൊണ്ട് തന്നെ ഇന്ത്യയിൽ പോളിയോ വൈറസിനെ പിടിച്ചു നിർത്താൻ നമുക്ക് സാധിച്ചിട്ടുണ്ട് എന്ന് തന്നെ പറയാം. ലോകരാഷ്ട്രങ്ങളിൽ പാകിസ്ഥാനും അഫ്ഗാനിസ്ഥാനും ഒഴിച്ച് മറ്റെല്ലാ രാജ്യങ്ങളിലും പോളിയോ വൈറസ് നിയന്ത്രിക്കാൻ സാധിച്ചിട്ടുണ്ട്. ഇന്ത്യയിൽ നൽകുന്ന ക്യാമ്പയിനുകൾ പോലെ ഒരു ക്യാമ്പയിനുകൾ പോലും പാകിസ്ഥാനിലെ ജനതയ്ക്ക് അവിടുത്തെ ഗവൺമെന്റ് നൽകുന്നില്ല. കാരണം അവർക്കത് ആവശ്യമൊന്നുമില്ല. മതമാണ് അവിടെ മുഖ്യം, മതം പറയുന്നതാണ് പ്രാധാന്യം. ഇന്ത്യയിലും ഇതുപോലുള്ള തെറ്റായ ചിന്താഗതികൾ നിലനിൽക്കുന്നുണ്ട്. എല്ലാവരും ഇല്ല, ചിലരിലൊക്കെ. ഈ മഹാമാരിയായ കൊറോണ വ്യാപിച്ച സമയത്ത് അതിന്റെ വാക്സിനേഷൻ എടുക്കാൻ വിസമ്മതിച്ച എത്രയോ മുസ്ലിം കുടുംബങ്ങൾ ഉണ്ടെന്നറിയോ? അത് അന്ന് പ്രചരിച്ചിരുന്ന ഒരു വ്യാജ വാർത്തയുണ്ട് മുസ്ലിംസിന്റെ ഇടയിൽ. എന്താണെന്ന് പറഞ്ഞാൽ ഇസ്ലാമിക പോപ്പുലേഷൻ കുറയ്ക്കാൻ വേണ്ടി കൊണ്ടുവന്നതാണ് ഈ ഒരു കുത്തിവെപ്പ് എന്നുള്ളത്, ഈ കൊറോണ കുത്തിവെപ്പ്. അന്ന് അത് കേട്ട ഒരുപാട് പേർ വാക്സിൻ എടുക്കാതിരുന്നിട്ടുണ്ട്. അങ്ങനെ രോഗം വന്ന് മരണമടഞ്ഞവരുണ്ട് നമ്മുടെ സമൂഹത്തിൽ. ഇത്തരത്തിലുള്ള തെറ്റായ കാര്യങ്ങൾ ജനങ്ങളിലേക്ക് അടിച്ചേൽപ്പിക്കുന്നത് ഈ മതപണ്ഡിതന്മാർ പോലുള്ളവരാണ്. ഇന്ത്യയുടെ അവസ്ഥ ഇങ്ങനെ ആയിരുന്നെങ്കിൽ പാകിസ്ഥാന്റെ അല്ലെങ്കിൽ അഫ്ഗാനിസ്ഥാന്റെ അവസ്ഥ ഈ മഹാമാരി സമയങ്ങളിൽ എന്തായിരിക്കും? കൊറോണ വാക്സിൻ വേറെ വഴിയില്ലാത്തത് കൊണ്ട് മാത്രം എടുത്തവരുണ്ട് പലരും. ഇതെല്ലാം സംഭവിക്കുന്നത് ശരിയായ വിവരം ലഭിക്കാത്തത് കൊണ്ടും ബോധവൽക്കരണ ക്യാമ്പയിനുകൾ ലഭിക്കാത്തത് മൂലമാണ്. പാകിസ്ഥാനിലെ ഇത്തരത്തിലുള്ള പ്രശ്നങ്ങൾ ബാധിക്കാൻ പോകുന്നത് ഇന്ത്യയാണ്. കാരണം എന്താണെന്ന് പറഞ്ഞാൽ ഇന്ത്യയോട് ഏറ്റവും അടുത്ത് കിടക്കുന്ന രാജ്യം എന്നതിനുപരി ഒരുപാട് വിദേശികൾ പാകിസ്ഥാനും അതുപോലെ തന്നെ ഇന്ത്യയും സന്ദർശിക്കുന്നവരാണ്. ഇന്ത്യയിൽ നിന്നും ആരും പാകിസ്ഥാനിലേക്ക് പോകുന്നില്ല എന്ന് പറഞ്ഞിട്ട് കാര്യമൊന്നുമില്ല. ഈ പാകിസ്ഥാൻ സന്ദർശിച്ചു വരുന്ന വിദേശികൾ ഇന്ത്യ സന്ദർശിക്കുമ്പോൾ അതുവഴി ഈ ഒരു രോഗം വ്യാപിക്കാൻ സാധ്യത കൂടുതലാണ്. ജനിക്കുന്ന ഓരോ കുഞ്ഞിനും ഇന്നും നമ്മുടെ ഗവൺമെന്റ് മുടക്കമില്ലാതെ വാക്സിനേഷനുകൾ നൽകുന്നുണ്ട്. ഇപ്പൊ പാകിസ്ഥാന്റെ പോളിയോ വൈറസ് നിയന്ത്രണ വിധേയമാക്കാൻ സാധിച്ചിട്ടില്ലെങ്കിൽ അത് ഇന്ത്യയെ പോലുള്ള ഏറ്റവും കൂടുതൽ പാകിസ്ഥാനോട് അടുത്ത് നിൽക്കുന്ന രാജ്യങ്ങൾക്കും അല്ലെങ്കിൽ മറ്റു രാജ്യങ്ങൾക്കും ഭീഷണിയാക്കാൻ സാധ്യത വളരെ കൂടുതലാണ്.